ഫ്യൂച്ചർ എപ്പിസോഡ് 5ലേക്ക് ഓൾ ആർ വെൽക്കം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർവൽ ഫ്യൂച്ചർ എന്തായിരിക്കും, സീക്രട്ട് വാറിന് ശേഷം എങ്ങനെ സീക്രട്ട് വാർസ് തുടങ്ങും, എങ്ങനെ അവസാനിക്കും, അതിനുശേഷം എന്ത് സംഭവിക്കും, വാണ്ട ജീവനോട് ഇരിപ്പുണ്ടോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ തിരിച്ചു വരും, ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന എൻ്റെ തിയറികളും പിന്നെ മാർവൽ കൺഫേം ചെയ്തിട്ടുള്ളതും ഇതിനെ സംബന്ധിക്കുന്ന റൂമറുകളും കൂട്ടിച്ചേർത്താണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയി കാണുക. മാർവൽ കോമിക് ബുക്ക് ഹിസ്റ്ററിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് ഈ സീക്രട്ട് വാർസിൻ്റെ സ്റ്റോറി. ഈ കഥയിൽ ഡോക്ടർ ഡൂം ബിയോണ്ടസിൻ്റെ എനർജി അബ്സോർവ് ചെയ്ത് ബാറ്റിൽ വേൾഡിലെ ഒരു ഗോഡായി മാറും. പക്ഷേ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുമ്പോൾ ബിയോണ്ടസിനെ കൊണ്ടുവരാൻ ചാൻസ് കുറവാണ്. എന്താണെങ്കിലും ഇങ്ങനെ തന്നെ കാണിക്കണമെന്ന് ലോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് വാണ്ടയെ വെച്ചുകൊണ്ട് മാർവൽ കളിക്കും. എന്താ പറഞ്ഞേ? നിങ്ങൾ കേട്ടത് ശരി തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ ഇത് സംശയമായിട്ട് വരാനുള്ള കാരണം വാണ്ട മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ സൂസൈഡ് ചെയ്യുന്നതായി കാണിച്ചത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സംശയം വന്നത് അല്ലേ? പക്ഷെ അവൾ മരിച്ചെന്ന് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ വാണ്ടയുടെ ബോഡി കാണണം. പക്ഷെ കണ്ടില്ല. അതുകൊണ്ട് 60% കൺഫേം ചെയ്ത് പറയാൻ പറ്റും വാണ്ട ഇപ്പം ജീവനോട് ഇരിപ്പുണ്ടെന്ന്. ഇനി എന്താണെങ്കിലും മാർവൽ വാണ്ടയുടെ റോളിന് വേണ്ടി എലിസബത്തിന്റെ എഗ്രിമെന്റ് 5 വർഷത്തേക്കിനും കൂടെ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 99% കൺഫേം ചെയ്ത് പറയാൻ പറ്റും വാണ്ട ഇപ്പനും ജീവനോട് ഇരിപ്പുണ്ടെന്ന്. ഇപ്പോൾ ഓക്കെ അല്ലേ? പക്ഷേ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് ഇങ്ങനെ വാണ്ടയെ തിരിച്ചു കൊണ്ടുവരും എന്ന വലിയ ചോദ്യചിഹ്നം വെച്ചിട്ടാണ് പോയത്. ഇതിനുള്ള ഉത്തരം മാർവലിൻ്റെ ഹൗസ് ഓഫ് എം എന്ന് പറയുന്ന കോമിക് ബുക്കിൽ തന്നിട്ടുണ്ട്. ഇതിലും മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വാണ്ട വില്ലൻ ആകുന്നതും ഹീറോസിനെ കൊല്ലുന്നതും മൂവിയുടെ എൻഡിങ്ങിൽ മരിക്കുന്ന പേരിൽ കാണാനാകുന്നുണ്ട്. ഇതെല്ലാം ഈ കോമിക് ബുക്കിൽ നടന്നിട്ടുണ്ട്. ഈ ഹൗസ് ഓഫ് എമ്മിൽ വാണ്ട വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ എൻക്വയറിയിൽ ഡോക്ടർ ഡൂമുമായിട്ട് കല്യാണം കഴിക്കാൻ റെഡി ആയി നിൽക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ ഡൂം വാണ്ടെ മാനുവാലിറ്റി ചെയ്തുകൊണ്ടല്ല, അവളുടെ പാസ്റ്റ് മെമ്മറി എല്ലാം പോയി. അങ്ങനെ ഡോക്ടർ ഡൂമിന്റെ സ്നേഹത്തിൽ വാണ്ട വീണു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലവ് ഈസ് ബ്ലൈൻഡ്. അതുകൊണ്ടല്ലേ വിഷനെ പോലത്തെ ബുദ്ധനെ സ്നേഹിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. അതെന്തേലും ആട്ടെ, നമ്മൾ എവിടെ നിർത്തിയത് ആർക്കറിയാം. നമുക്കെന്നാ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഡോക്ടർ ഡൂമിന്റെ സ്നേഹത്തിൽ വാണ്ട വീണു. അതിനുശേഷം എന്തൊക്കെയോ കോമിക് ബുക്കിൽ സംഭവിച്ചു. വാണ്ടയുടെ പവേഴ്സും തിരിച്ചു കിട്ടി. അതിനുശേഷം അവളുടെ പാസിൽ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്താൻ വേണ്ടി ഡൂമിനോട് ഹെൽപ്പ് ചോദിക്കും. അതിന് പകരം ഉസ്ക സ്പെല്ല് പൊളിഞ്ഞ് അങ്ങനെ വാണ്ടയുടെ റിയാലിറ്റി വാർപ്പിംഗ് പവർ ഡോക്ടർ ഡൂമിന് കിട്ടും. അങ്ങനെയാണ് കോമിക് ബുക്കിൽ നടന്നത്. ഇത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുമ്പോൾ സീക്രട്ട് വാർസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാകും. അതെങ്ങനെയാണെന്ന് ചിന്തിച്ച് കുഴപ്പിക്കണ്ട. അതല്ല ഞാനിപ്പം പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇത് MCUയിൽ ഇങ്ങനെ നടക്കും. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വാണ്ടയുടെ ദേഹത്ത് മല വീഴുമ്പോൾ മരിക്കുന്നില്ല, പകരം അവളുടെ പ്രൊട്ടക്ഷൻ സ്പെല്ല് കൊണ്ട് രക്ഷപ്പെടും. പക്ഷെ അവളുടെ മെമ്മറി പോകും. അപ്പോൾ MCUയിലെ ഡോക്ടർ ഡൂം എങ്ങനെയാണെന്ന് അറിയില്ല, എങ്ങനെയാണെങ്കിലും ഡോക്ടർ ഡൂം വാണ്ടയെ രക്ഷപ്പെടുത്തും. അതിനുശേഷം ഡൂം വാണ്ടയുടെ മെമ്മറി പോയത് ശരിക്കും ഉപയോഗിച്ച് വാണ്ടയെ ഡോക്ടർ ഡൂമിന്റെ സ്നേഹത്തിൽ വീഴ്ത്തും. അങ്ങനെ ഡൂം വാണ്ടയുടെ സഹായത്തോടെ അവന്റെ പവർ ലെവൽ കൂട്ടും. പിന്നെ ക്യാങ് ഡൈനാസ്റ്റിയുടെ സമയത്ത് ക്യാങ് വിജയിക്കാറായി നിൽക്കാൻ നേരത്ത് ഡൂം വാണ്ടയെ യൂസ് ചെയ്ത് ക്യാങ്ങിനെ തോൽപ്പിച്ച് അതിനുശേഷം സീക്രട്ട് വാർസ് തുടങ്ങും. കോമിക് ബുക്കിലെ സീക്രട്ട് വാർസിൽ ഡോക്ടർ ഡൂം ഗോഡ് ആയതുപോലെ MCUയിലും കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ വാണ്ടയുടെ പവേഴ്സ് യൂസ് ചെയ്ത് ഗോഡാക്കും. എൻ്റെ അഭിപ്രായത്തിൽ MCU ബിയോണ്ടസിനെ യൂസ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ബെസ്റ്റ് ഐഡിയ ആണ് വാണ്ടയെ കൂൾ വില്ലനായി ഉപയോഗിക്കാം. പക്ഷെ ഒറ്റൊരു പ്രാർത്ഥനയേ ഉള്ളൂ, മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൽ വാണ്ടയെ വേസ്റ്റ് ചെയ്തതുപോലെ ഇതിലും വേസ്റ്റ് ചെയ്യല്ലേന്നേ ഉള്ളൂ. പിന്നെ ഡോക്ടർ ഡൂമിനെ പറ്റി പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഈ സീക്രട്ട് വാറിലെ മെയിൻ വില്ലനും ഡോക്ടർ ഡൂം അല്ലേ. ഈ ഡോക്ടർ ഡൂമിനോടുള്ള സ്നേഹം കാരണം വാണ്ട സീക്രട്ട് വാറിലെ സെക്കൻഡ് വില്ലൻ ആകും. പിന്നെ വിഷന്റെ കൂട്ടത്തിലുള്ള മെമ്മറീസ് തിരിച്ചു വരുമ്പോൾ അവഞ്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ അവഞ്ചേഴ്സ് ഡോക്ടർ ഡൂമിനെ തോപ്പിക്കും. പിന്നെ അതിനുശേഷം MCU റീബൂട്ട് ആകാൻ നേരത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോ പിന്നെ വരും. പിന്നെ സീക്രട്ട് വാറിന് ശേഷം MCU റീബൂട്ട് ആകുമ്പോൾ ഡൂം അപ്പനും ജീവനോടിരിക്കും. എക്സ്മാൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താലും പിന്നെ വാണ്ട അതിനുശേഷം എന്താ സംഭവിക്കണമെന്ന് മാർവലിൻ്റെ കൈ വിട്ട് വന്നിരിക്കുന്നു. പിന്നെ എന്താണെങ്കിലും ഞാനിപ്പം പറഞ്ഞ സ്റ്റോറി ബെസ്റ്റാണ്. പക്ഷെ അത് ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങളത് കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് പറയുക. പിന്നെ മാർവൽ ഈ സ്റ്റോറി വേസ്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്ന് ആർക്കറിയാം. പിന്നെ ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ പിന്നെ ഇതുപോലത്തെ അമേസിങ് വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കും. പിന്നെ കൂട്ടത്തിൽ ബെല്ലും കൂടെ അടിച്ചിട്ട് അങ്ങ് പോയേക്ക്. ഇനി ഞാൻ ഇവിടെ നിൽക്കണേ അത്ര പന്തിയല്ല, അതായത് അങ്ങനെയാണ്.